ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബിഗ് ബോസ് സീസൺ 7 പറയാനേക്ക് മുമ്പ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഹൈപ്പ് കൂടെ ചെയ്യണേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ചെയ്യാൻ മറക്കരുത്. സോ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. കപ്പ് എന്തായാലും അനുമോൾക്ക് കൊടുത്തോട്ടെ അല്ലേ. എന്തിനാണ് എന്തോരോ കഷ്ടപ്പെടുന്ന അകത്ത് അനുമോളും പുറത്ത് PR ടീമും എന്തുമാത്രമാണ് കഷ്ടപ്പെടുന്ന. ഏഷ്യനെറ്റിനെയും ബിഗ് ബോസിനെയും വരെ വെല്ലുവിളിച്ചിരിക്കുകയാണ് PR ടീം അനുമോളുടെ കപ്പ് അനുമോൾക്ക് എന്നുള്ള രീതിയിൽ. അവർ കൊണ്ടുപോയിക്കോട്ടെ. എത്ര നാളായി കിടന്ന് കഷ്ടപ്പെടുന്നത്, എത്ര കണ്ടസ്റ്റൻസിൻ്റെ ലൈഫിലാണ് കടന്ന് കയറി ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി അനുമോൾക്ക് കപ്പ് എന്നുള്ള രീതിയിൽ ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുന്നുണ്ട് അവർ. എത്രത്തോളം ചീപ്പ് ഗെയിം കളിക്കാൻ പറ്റുന്നോ അത്രത്തോളം ചീപ്പ് ഗെയിം കളിച്ചിട്ടാണെങ്കിലും കഷ്ടപ്പെടുന്നുണ്ടല്ലോ. ആ കഷ്ടപ്പാടിനൊരു വില വേണ്ടേ. സോ കപ്പ് അനുമോൾ കൊണ്ടുപോയിക്കോട്ടെ. അങ്ങനെയെങ്കിലും മറ്റുള്ളവരുടെ ജീവിതം രക്ഷപ്പെടട്ടെ. എന്തിനാണ് പാവം കുട്ടീനെ ബുദ്ധിമുട്ടിക്കണത്? ഇപ്പൊ ഇന്നലെ വന്നിട്ട് എപ്പിസോഡിൽ കാണിച്ചായിരുന്നു, എപ്പിസോഡിൽ ലൈവിലുണ്ടായിരുന്നു. സോ നമ്മൾ എപ്പിസോഡിന് എടുത്തിട്ട് പറയാം. എപ്പിസോഡിൽ ശൈത്യ പറഞ്ഞ കാര്യങ്ങൾ, അതായത് നിന്റെ PR ടീമാണ്, എൻ്റെ PR ടീം എൻ്റെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് എന്തോരം കാശ് മേടിച്ചതാ, എന്നിട്ട് നീയും ഞാനും കൂടെ ഉള്ളതിൽ എന്നെ കട്ടപ്പ എന്നുള്ള രീതിയിൽ അവർ പോർട്രേറ്റ് ചെയ്തു എന്നുള്ള രീതിയിലൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായി അനുമോൾ ഫാൻ എന്നുള്ള രീതിയിൽ ആ ഒരു വശം മാത്രം നോക്കുമ്പോൾ അനുമോളെ വീണ്ടും കട്ടപ്പ കുത്തുകുത്തി, കട്ടപ്പനക്കാളും വലിയ കുത്തുകുത്തി എന്നുള്ള രീതിയിലൊക്കെ പറയാം. അതേ നമ്മൾ ശൈത്യയുടെ ആംഗിളിലേക്ക് നോക്കുമ്പോൾ ആ ശൈത്യ എന്നുള്ള വ്യക്തി പുറത്തിറങ്ങിയിട്ട് അനുഭവിക്കേണ്ടി വന്ന സൈബർ ആക്രമണങ്ങൾ, അതിപ്പോൾ ശൈത്യ മാത്രമല്ല, അവിടെ കണ്ടസ്റ്റൻസ്, അതായത് അനുമോൾക്കെതിരെ പറയുന്ന, അനുമോൾക്കെതിരെ ഒരു വാക്ക് തന്നെ പറയണമെന്നില്ല, അനുമോൾക്കെതിരെ ഒരു അക്ഷരം, അത് ചിലപ്പോൾ പ എന്നുള്ള അക്ഷരമാവാം, ആ എന്നുള്ള അക്ഷരമാവാം, എന്തുമാവാം, ചിലപ്പോൾ ഒരു ആക്ഷൻ ആവാം, എന്തുമാവാം. സോ അത് പറയണവർക്കെതിരെ അനുമോളുടെ PR ചെയ്യുന്ന വർക്കുകൾ അത് കാണുമ്പോൾ ഓയോ എന്തോരോ കഷ്ടപ്പെടണേ എന്നാണ് ആലോചിച്ച് പോകുന്നത്. അത്രത്തോളം അവരുടെ അകത്ത് നിന്നിട്ട് അനുമോൾ ചെയ്യുന്നുണ്ട്. അതിന് പുറമെ പുറത്ത് ഓൾറെഡി PR ടീംസ് അവർക്ക് ഇങ്ങനെ വെട്ടി ഓരോ വീഡിയോ ആയിട്ട് ആൾക്കാരിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അവർ ഇറങ്ങിയതിന് ശേഷം അവരുടെ വീഡിയോസിൻ്റെ ഇടയിലാണെങ്കിലും മറ്റുള്ള കാര്യങ്ങളിലായാലും കമൻസ് ആയിട്ടും മറ്റുള്ള കാര്യങ്ങളായിട്ട് വരുമ്പോൾ അവർ അനുഭവിച്ച ആ ഒരു ആക്രമണങ്ങളെ കുറിച്ചാണ് അവർ പറയുന്നതും വിഷമിക്കുന്നതും അവർ. സോ അത് അനുമോളുടെ ഫാൻ എന്നുള്ള നോക്കിക്കാണാതെ അവരുടെ ഭാഗത്തു കൂടെയും കൂടെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവുന്നതേ ഉള്ളൂ. പലവരും പറയുന്നുണ്ട് അനുമോളെ കട്ടപ്പ കുത്തുകുത്തി, അനുമോൾ കട്ടപ്പനേക്കാളും വലിയ കുത്തി. അവർ പറയുന്നത് അവരുടെ വിഷമങ്ങളാണ്. അത് ആ രീതിയിൽ കാണാൻ അനുമോൾക്കും അനുമോളുടെ ഫാൻസിനും പറ്റില്ല, അതറിയാം. അപ്പം നമുക്ക് ഫസ്റ്റ് മുതലൊന്ന് നോക്കിയാലോ. അനുമോൾ അകത്തും PR പുറത്തും കളിച്ച ചീപ്പ് കളികളും അതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങളും, ആരെയൊക്കെയാണ് ടാർഗറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിൽ ആരെയൊക്കെ മോശമായിട്ട് പറഞ്ഞിട്ടുണ്ട്, അതിന് PR ടീംസ് അനുമോളെ വെളുപ്പിക്കുകയും മറ്റുള്ള കണ്ടസ്റ്റൻസിനെ കരിവാരിത്തേക്കുകയും ചെയ്ത്. സോ അതൊരു ഗെയിമാണ്. അവർ കണ്ടസ്റ്റൻസ് ആണ്. ഇപ്പം അവർ പറയുന്നു, അനുമോൾ തന്നെ പറയുന്നു, എൻ്റെ വീട്ടുകാരെന്ത് വിചാരിക്കും, നാട്ടുകാരെന്ത് വിചാരിക്കും, എൻ്റെ അച്ഛൻ അമ്മ, ഞാൻ എൻ്റെ വീട്ടുകാർക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്, അവരുടെ ഇത് നോക്കിയിട്ടേ ഞാൻ ചെയ്യുള്ളൂ, അവർ വിഷമിക്കില്ലേ എന്നെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ പറഞ്ഞാൽ അല്ല എന്നൊക്കെ അനുമോൾ പറയണം. അപ്പോൾ ഈ ഓപ്പോസിറ്റ് നിൽക്കണവർക്ക് അച്ഛനും അമ്മയും ഇല്ലേ, അല്ലെ അവർക്ക് വീട്ടുകാരില്ലേ, നാട്ടുകാരില്ലേ, അവരെക്കുറിച്ച് ആരെന്ത് വിചാരിക്കും, എനിക്കൊരു ജീവിതം കിട്ടുമോ എന്നൊക്കെ അനുമോൾക്ക് ഭയങ്കര കൺസേൺ ആയിരുന്നു. കല്യാണം വേണ്ട എന്ന് വെച്ചാണ് അച്ഛനും അമ്മയും നിർബന്ധിച്ച് ഒരു കല്യാണം കഴിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. 2 വർഷം കഴിഞ്ഞിട്ടേ കല്യാണം ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞ അനുമോൾക്ക് പെട്ടെന്ന് അനീഷ് അങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോൾ എനിക്കിവിടുന്ന് പുറത്തിറങ്ങിയാൽ നല്ലൊരു ആലോചന വരുമോ എന്നൊരു മൈൻഡ് ഉണ്ട്. പക്ഷേ അതേപോലെ തന്നെയല്ലേ ഇപ്പുറത്ത് നിന്ന് ജിസേലിന് എന്തെല്ലാം പറഞ്ഞു, അക്ബറിന് എന്തെല്ലാം പറഞ്ഞു, റനൻ എന്തെല്ലാം പറഞ്ഞു, അതുപോലെ തന്നെ ആര്യൻ, അപ്പാനി ശരത്ത്, ബിൻസി, ഇവർക്കൊന്നും ലൈഫില്ലേ, ഇവർക്കൊന്നും ജീവിതമല്ലേ, അതോ എന്താ പറയുക, ഇവർക്കൊന്നും വീട്ടുകാരില്ലേ, ഇവരെക്കുറിച്ച് ആൾക്കാർ എന്ത് ചിന്തിക്കും ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ. എന്തുകൊണ്ട് അനുമോൾ സ്വന്തം കാര്യം മാത്രം, അനുമോൾ സേഫായിരിക്കണം, അനുമോളിന് ആരും ഒന്നും പറയരുത്, മറ്റുള്ളവരുടെ വായി തോന്നിയത് എന്തും വിളിച്ച് പറയാം എന്നുള്ള രീതിയിലാണ് അനുമോളുടെ അതിനകത്തെ ഗെയിം. അതിനനുസരിച്ചുള്ള ഗെയിമാണ് പുറത്തു നിന്ന് PR ടീംസും കളിക്കുന്നത്. എത്ര പേരിനെ സൈബർ അറ്റാക്കിന് ഇട്ട് കൊടുത്തേക്കുന്നു. ചിലപ്പോൾ അനുമോളിനെ കുറിച്ച് ചിലപ്പോൾ അവരൊന്നും പറഞ്ഞിട്ടുണ്ടാവില്ല, അതിനകത്ത് നടന്ന എന്തെങ്കിലും ഗെയിമിൻ്റെ കാര്യങ്ങളായിരിക്കും പറഞ്ഞത്. അതിന് പുറത്ത് അവരെന്തെല്ലാം ചെയ്തേക്കുന്നത് PR ടീംസ്. ആര്യൻ്റെ ചാറ്റ് വരെ കുത്തിപ്പൊക്കി അവർ കൊണ്ടുവന്നു.
മോശക്കാരനാക്കാൻ വേണ്ടിയിട്ട്. ഇത്രയൊക്കെ കഷ്ടപ്പെടുമ്പോൾ തീർച്ചയായും അനുമോൾക്ക് ആ കപ്പ് കൊടുത്ത് ഇവരുടെയൊക്കെ ജീവിതം രക്ഷിക്കുക എന്നേ എനിക്ക് പറയാനുള്ളൂ. ദയവ് ചെയ്ത് ഏഷ്യനേറ്റ് ആ കപ്പം കൊണ്ട് അനുമോൾക്ക് കൊടുത്തേക്ക്. എന്തിനാണ് മറ്റുള്ളവർ, അങ്ങനെയെങ്കിലും മറ്റുള്ളവരെ രക്ഷപ്പെടട്ടെ. ഇപ്പം നമുക്ക് ഫസ്റ്റ് അനുമോൾ ചെയ്ത കാര്യങ്ങളൊന്നും പറയാം അല്ലേ. അപ്പം നമുക്ക് അതിൽ ആരെ ഫസ്റ്റ് എടുക്കണം എന്ന് ചോദിച്ചാൽ നമുക്ക് ജിസേലിനെ എടുക്കാം. ജിസേലിന് ഫസ്റ്റ് തന്നെ അനുമോൾ എന്താ ചെയ്തത്? സോ അനുമോൾക്ക് കുടുംബ പ്രേക്ഷകർ കാണുന്ന ഷോയാണ്. സോ അതുകൊണ്ട് ഡ്രസ്സിങ് നല്ല രീതിയിൽ വേണം എന്നായിരുന്നു അനുമോളുടെ ഒരു വാക്ക് അല്ലേ. ഇതേ അനുമോൾ പുറത്ത് ഏത് രീതിയിലാണ് ഡ്രസ്സ് ഇട്ടതും അനുമോളുടെ ഷോർട്ട്സും എല്ലാം പുറത്തിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അത് എടുത്ത് നോക്കിയാൽ എന്തെങ്കിലും പറഞ്ഞാൽ പറയും അത് അവരുടെ ഡ്രസ്സിങ് അവരുടെ ഇഷ്ടമല്ല. അതുപോലെ തന്നെ ജിസേലിൻ്റെ ഇഷ്ടമല്ല ജിസേലിൻ്റെ ഡ്രസ്സിങ്. സോ ആ ഒരു രീതിയിൽ ജിസേലിന് രണ്ടാമത് മേക്കപ്പ് എന്ന് പറഞ്ഞിട്ട് കാണിച്ചു. അതിനുശേഷം പിന്നെ പുതപ്പിനടിയിൽ എന്ന് പറഞ്ഞിട്ട് കാണിച്ചു. അങ്ങനെ അവർ കാണിക്കുമ്പോഴും ഇപ്പോൾ അവർ അകത്ത് നിന്ന് പറയുമ്പോഴും പുറത്ത് ഇതിന് എത്രത്തോളം ഇത് വരുന്നുണ്ട്, അവർക്കൊരു ജീവിതമുണ്ട്. ഞാൻ അങ്ങനെ പറയരുത്, അവരുടെ ലൈഫ് എന്ന് പറയുന്നില്ല. അനുമോൾ എൻ്റെ ലൈഫ് നന്നാവണം, എന്നെ ആരും പറയരുത്, എന്നെ പുറത്തുള്ളവർ എന്ത് വിചാരിക്കും എന്നാണ് വിചാരിക്കുന്നത്. മറ്റുള്ളത് ഓപ്പോസിറ്റ് നിൽക്കുന്നതും അതേപോലെ തന്നെ ഒരു പെൺകുട്ടിയാണ്. ഒരു ആണും പെണ്ണും കിടന്നു, ഓക്കെ, പുതപ്പ് അനങ്ങുമ്പോഴത്തേനും അത് വേറെ രീതിയിലാണെന്ന് പറഞ്ഞുണ്ടാക്കുമ്പോൾ അപ്പോൾ അവർക്ക് ലൈഫില്ലേ. അടുത്തത് നമുക്ക് അക്ബറിനെ നോക്കാം. അക്ബറിന് എന്തെല്ലാം അനുമോൾ പറഞ്ഞിട്ടുണ്ട്. നോട്ടം ശരിയല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ചോദിച്ചപ്പോൾ ഞാൻ അങ്ങനത്തെ നോട്ടമല്ല ഉദ്ദേശിച്ചത് ലാലേട്ട എന്ന് പറഞ്ഞിട്ടൊന്നും പറഞ്ഞു. അതിനുശേഷം പിന്നെ കല്യാണം ഉറപ്പിച്ച ഭാര്യ തിരിച്ചു പോകുമ്പോൾ അവിടെ ഉണ്ടാവില്ല എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ബസ്സിൽ കയറുന്ന ആൾക്കാരെ പോലത്തെ ആൾക്കാരെ എന്ന് പറയുന്നു. പിന്നെ അതുപോലെ തന്നെ എന്താ പറഞ്ഞത്, ഇപ്പം ലാസ്റ്റ് കാർ ടാസ്കിൽ ഡോറ് തുറക്കാൻ പോയപ്പോൾ കൈ ആ ഭാഗത്തും എന്താ പറയുക മുട്ടിയിട്ട് പോലും ഇല്ല. എന്നിട്ടും അക്ബറിൻ്റെ കൈ ആ ഭാഗത്ത് മുട്ടി എന്ന് പറഞ്ഞിട്ട് അവർക്കും പുറത്ത് ജീവിതമുള്ളതല്ലേ, അവരെയും അങ്ങനെ പറയുന്നു. അതുപോലെ ബിൻസി അപ്പാനിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ ബിൻസി ഇന്നലെ റീ എൻട്രി ചെയ്തതിന് ശേഷം ചോദിച്ചു, അനുമോളെ നിനക്ക് അറിയില്ലെങ്കിൽ നീ എന്തിനാണ് അത് പറയാൻ നിന്നതെന്ന് പറഞ്ഞപ്പം അനുമോളുടെ മറുപടി ഇതാണ്, അത് നിങ്ങൾ രണ്ടുപേരും ഇരുന്ന് സംസാരിക്കണത് പുറത്ത് നിന്ന് കണ്ട എനിക്ക് അങ്ങനെ തോന്നി എന്ന്. അങ്ങനെ തോന്നുമ്പോൾ തന്നെ അതാണ് എന്ന് പറഞ്ഞിട്ട് വിളിച്ച് പറയലാണോ? അനുമോളാണ് അവിടെ ഫസ്റ്റ് പറഞ്ഞത്, അതിനുശേഷമാണ് ബാക്കിയുള്ളവർ പറഞ്ഞത്. അങ്ങനെ തോന്നുമ്പോഴത്തേനും പുറത്ത് അപ്പാനിക്കൊരു വൈഫില്ലേ, വൈഫ് പ്രഗ്നൻ്റ് അല്ലേ, അപ്പം അവരുടെ മെൻ്റൽ ഇത് എന്താവും എന്നൊന്നും അനുമോള് നോക്കുന്നില്ല. അനുമോള് അങ്ങോട്ട് വായി തോന്നിയത് അങ്ങോട്ട് പറയണം, എന്നിട്ട് എനിക്ക് ജീവിതമല്ലേ എന്നൊരു ചോദ്യവും. അപ്പോൾ ഇവർക്കൊന്നും ജീവിതമല്ലേ എന്നാണ് എൻ്റെ ചോദ്യം. ബിൻസി ഒരു പെൺകുട്ടിയല്ലേ, ബിൻസിക്ക് പുറത്തിറങ്ങിയ നല്ല ആലോചനകൾ വരണ്ടേ, അനുമോൾക്ക് മാത്രം നല്ല ആലോചനകൾ വന്നാൽ മതിയോ? ഇത് ശരി വെക്കുന്ന വിധത്തിൽ പുറത്ത് PR-കാരുടെ വർക്ക് വേറെ. അപ്പം ഇങ്ങനെയൊക്കെ കാണുന്ന അനുമോള് ഇപ്പോൾ ഒരാണും പെണ്ണും അടുത്തിരുന്ന് സംസാരിച്ചപ്പോൾ അനുമോൾക്ക് അങ്ങനെ തോന്നി എന്ന് പറയുന്നു. അപ്പോൾ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ ലെസ്ബിയൻ കപ്പിൾസ് ആണല്ലോ ഈ ആദിലയും നൂറയും. അങ്ങനെ ആകുമ്പോൾ ആദില ലെസ്ബിയൻസ് ആണ്. അപ്പോൾ അനുമോള് അങ്ങനെ കാണുകയാണെങ്കിൽ അനുമോളും ആദിലയുമായിട്ടുള്ള ആ ഒരു ഇതിനെ എന്താ പറയേണ്ടത്? അങ്ങനെ വേണമെങ്കിൽ നമ്മൾക്ക് ആലോചിക്കാമല്ലോ. നമ്മൾക്ക് എന്ന് മാത്രമല്ല, അനുമോൾ ഇത്രയൊക്കെ ഇത് പറയുമ്പോഴും അതിൻ്റെ ഉള്ളിലുള്ള കണ്ടസ്റ്റൻസിനും ആലോചിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ആദിലയുടെ അടുത്ത് അനുമോൾ പെരുമാറുന്ന പെരുമാറ്റങ്ങളും കാര്യങ്ങളും ഒക്കെ, പക്ഷേ നമ്മളായാലും അവരായാലും അത് പറയുന്നില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മളാരും അനുമോളും അല്ല, അനുമോളുടെ PR-ഉം അല്ല. അത്ര ചീപ്പ് രീതിക്ക് നമുക്ക് പറയേണ്ട ആവശ്യമില്ല. ഞാനിവിടെ ഒരു ഉദാഹരണം എന്ന രീതിക്ക് പറയുന്നുള്ളൂ, അല്ലാതെ എന്താ പറയുക ആദിലൻ്റെ ഇതിനനുസരിച്ചിട്ട് പറഞ്ഞതല്ല. സോ അങ്ങനെ കാണണമെങ്കിൽ നമ്മൾ ഇങ്ങനെയും കാണണം എന്നേ ഉദ്ദേശിച്ചുള്ളൂ. പറഞ്ഞാണ് റെന ഫാത്തിമനെ പറഞ്ഞാണ്, വീട്ടുകാരുണ്ടായിട്ടും ഫസ്റ്റ് കാണാൻ ആരുടെയാണ് ആഗ്രഹം എന്ന് ചോദിച്ചപ്പോൾ ബോയ് ഫ്രണ്ടിനെ കാണണം എന്ന് പറഞ്ഞു. അത് അവരുടെ ഇഷ്ടമല്ലേ, അതിനെ വരെ വളച്ചൊടിച്ച് വേറെ രീതിയിലാക്കിയിട്ടുണ്ട് ഈ അനുമോളുടെ PR-ഉം. ബോയ് ഫ്രണ്ടിനെ കാണണോ ഉമ്മാനെയും വാപ്പാനെയും കാണണോ അത് റെനാൻ്റെ ഇഷ്ടമാണ്. അതിലും കയറി കൈകടത്തി കാര്യങ്ങളുണ്ടാക്കി. ഷാനവാസിനെ പറഞ്ഞതാണെങ്കിലും ഒരു മട്ടൻ പീസ് എടുത്തതിന് അതിനെന്തിനോ എന്താ പറയുക ഫുഡ് കിട്ടാതിരിക്കണം എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ച്, എന്നിട്ട് അതും ഇതൊക്കെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് അനുമോൾ ഇതുപോലെ ചീപ്പ് ഗെയിംസ് അതിനകത്ത് കളിക്കും. അത് വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് PR അതിലും വലിയ ചീപ്പ് ഗെയിംസ് പുറത്ത് കളിക്കും. ഇതൊക്കെ അവസാനം എത്തി നിൽക്കുന്നത് അനീഷിലാണ്. അനീഷ് അങ്ങനെ ഒരു ഇത് പറയണമെങ്കിൽ അനുമോളുടെ ഭാഗത്തുനിന്ന് ഒന്നുമില്ലാണ്ട് അനീഷ് അങ്ങനെ പറയില്ലല്ലോ. ഇതൊക്കെ ഞാൻ മുന്നത്തെ വീഡിയോസിൽ പറഞ്ഞതാണ്, അതുകൊണ്ട് ഇപ്പോൾ അനീഷിൻ്റെ അത്ര അങ്ങോട്ട് എടുത്ത് പറയുന്നില്ല. നമ്മൾ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അനുമോൾ കാണിച്ച ഗോഷ്ടിയും കാര്യങ്ങളും കൊണ്ടാണ് അനീഷിനും അങ്ങനെ തോന്നിയിട്ടുണ്ടാവുക.
അപ്പോൾ ഇത്രയൊക്കെ മറ്റുള്ളവരുടെ ഇമോഷണൽസിനെയും മെൻ്റൽ സ്റ്റേബിലിറ്റിയെയും വെച്ച് കളിക്കുന്ന അനുമോൾക്ക് തന്നെ കപ്പ് കൊടുത്തോട്ടെ, മറ്റുള്ളവർ രക്ഷപ്പെട്ടോട്ടെ. ഇനിയും ഇതൊക്കെ കണ്ടിട്ട് ഇനിയും അടുത്ത സീസണിൽ വരുന്ന കണ്ടസ്റ്റൻസ് വിചാരിക്കും, ഓ ഈ PR കൊടുത്താൽ മതിയല്ലോ, നമ്മൾക്ക് തന്നെ കപ്പ് ഉറപ്പ് എന്ന് വിചാരിച്ചിട്ട് ഇതൊരു ഉദാഹരണമായിട്ട് എടുക്കാതിരുന്നാൽ മാത്രം മതി. ഇനിയും ഇങ്ങനത്തെ ചീപ്പ് ഗെയിംസ് കാണാനുള്ള ഒരു താല്പര്യമില്ല എന്ന് വേണം പറയാൻ. അതുപോലെ തന്നെ അനുമോള് വല്ലാണ്ട് ബുദ്ധിമുട്ടിയില്ല എന്നല്ല പറയേണ്ടത്. അനുമോള് ബുദ്ധിമുട്ടിയ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. തേങ്ങ കൊണ്ടുവന്ന് അത് 100 പൊതിക്കും, റബ്ബർ പണിൻ്റെ അച്ഛൻ്റെ കൂടെ പോയി ചെയ്യും, അമ്മക്ക് വിറക് വെട്ടിക്കൊടുക്കും, അത്രയൊക്കെ കഷ്ടപ്പെട്ട് ജീവിച്ചവളാണ് ഞങ്ങൾ, ആ കഷ്ടപ്പാട് നിനക്കുണ്ടോ എന്നൊക്കെ ചോദ്യം. അത് ആ ചോദിക്കുന്ന ആരോടാണ് അത് ചോദിക്കുന്നത് എന്ന് കണ്ടിട്ടാണ് എനിക്ക് ചിരി വന്നത്. വിറക് വെട്ടിയ കഥയും തേങ്ങ പൊതിച്ച കഥയും റബ്ബർ ഈ പണിക്ക് അച്ഛൻ്റെ കൂടെ പോയ കഥയും ഒക്കെ പറയുന്നതും ചോദിക്കുന്നതും ആൾക്കാർ ആരോടാണ് ഇത് ചോദിക്കുന്നത്? ജീവിതത്തിൽ അവർ കഷ്ടപ്പെട്ട അത്രയും കഷ്ടപ്പാടിൽ 1% ഈ പറയുന്ന വ്യക്തി കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അവർ 19 വയസ്സ് മുതൽ അവർ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ഓക്കെ, അത് ചിലവർ പറയും മഴവിൽ അവർ ആകാശത്ത് ഇരുന്നോട്ടെ, താഴേക്ക് വരണ്ട, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ. അപ്പം അവരെ അംഗീകരിക്കണ്ടേ, നോർമലൈസ് ചെയ്യണോ, നോർമലൈസ് ചെയ്യണ്ടേ, അതൊക്കെ ഓരോ വ്യക്തികളുടെ ഇഷ്ടം, അതിലൊന്നും തലയിടുന്നില്ല. പക്ഷേ അത് ഇപ്പോൾ ഈ ബുദ്ധിമുട്ടൊക്കെ പറയുമ്പോൾ ഇതൊന്നും ബുദ്ധിമുട്ടല്ല എന്നല്ല, ഇതൊക്കെ ബുദ്ധിമുട്ടാണ്. അതിലും എത്രയോ ബുദ്ധിമുട്ടാണ് അവരനുഭവിച്ചിരിക്കുന്നത് അവരുടെ ഒരു സെക്ഷുവാലിറ്റിയുടെ പേരിൽ. അത് അവർ മനഃപൂർവ്വം ഉണ്ടാക്കുന്നതല്ല, അതങ്ങനെ ആയി പോകുന്നതാണ്. വീട്ടുകാരില്ല, നാട്ടുകാരില്ല, ഒറ്റപ്പെട്ട് അവരവരുടെ ജീവിതം സ്ട്രഗിൾ ചെയ്ത് മുന്നോട്ട് വരുന്നവരാണ്. ഇപ്പോഴും സ്ട്രഗിളിങ് പീരീഡിലൂടെ തന്നെയാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. അവർ അനുഭവിച്ച കഷ്ടപ്പാട് എന്താണെന്ന് തിരിച്ച് അനുമോളോട് ചോദിച്ചാൽ അനുമോൾ എന്ത് പറയും? പക്ഷെ അവരത് ചോദിച്ചിട്ടില്ല. അവർ മിണ്ടാതെ എല്ലാം കേട്ടിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഈ അനുമോൾക്കായാലും ഇത്രയും കഷ്ടപ്പെട്ട് 100 തേങ്ങ പൊതിച്ച് കൊടുത്ത് വീട്ടിലേക്ക് കയറിപ്പോയിട്ട് അമ്മ ഇത്തിരി വെള്ളം എടുക്കുക എന്ന് പറഞ്ഞാൽ എടുത്തു കൊടുക്കാൻ ആരുണ്ട്? ഈ 2 പേർക്ക് ആരാളുള്ളത്? അവർക്ക് അവർ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ അനുമോൾക്ക് ഇത്രയും പേരിനെ ഇതൊക്കെ ചെയ്തിട്ട് തിരിച്ച് കയറി പോകാൻ ഒരു വീടുണ്ടല്ലേ, അവർക്ക് അവർ 2 പേരും അവരുടെ കാര്യങ്ങളേ ഉള്ളൂ. എന്നിട്ടാണ് ഇവരെ ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിലിപ്പോൾ ആദിലനെയും നൂറനെയും വെറുതെ വിട്ടു എന്നൊന്നും വിചാരിക്കേണ്ട. അവർക്കുള്ള സൈബർ അറ്റാക്സും വന്നുകൊണ്ടും ഇരിക്കുന്നുണ്ട്. എല്ലാവരും ചെയ്യട്ടെ. ഈ പറഞ്ഞ നിവിൻ കഷ്ടപ്പെട്ടത് അനുമോൾക്ക് അറിയാൻ പറ്റുമോ? നിവിൻ അങ്ങനെ ഒരു ഫെമിനിസം ഉള്ളത് കൊണ്ട് നാട്ടുകാരുടെ അടുത്തു നിന്നും വീട്ടുകാരുടെ ഇടയിൽ നിന്നും കഷ്ടപ്പെട്ടതും ബുദ്ധിമുട്ടിയ കാര്യങ്ങളൊക്കെ നിവിൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതൊന്നും ഒരു ബുദ്ധിമുട്ടല്ല. ഞാൻ വിറക് വെട്ടിയതും ഞാൻ തേങ്ങ പൊതിച്ചതും ഞാൻ മറ്റേ അച്ഛൻ്റെ കൂടെ റബ്ബർ പണിക്ക് പോയതും അതൊക്കെയാണ് ഭയങ്കര ബുദ്ധിമുട്ട്. എന്താ പറയുക, ജീവിതം ഭയങ്കര കഷ്ടപ്പെട്ട് തീയിൽ കൊരുത്ത് വന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമൻസുകളൊക്കെ കാണുമ്പോഴാണ് ഇപ്പോൾ ഈ സ്റ്റാർ മാജിക്കും സീരിയലും ഒന്നും കാണാണ്ട് ഈ ബിഗ് ബോസ് കണ്ട് മാത്രം അനുമോളിനെ ഇഷ്ടപ്പെട്ട എത്ര പേരുണ്ടാവും? ഇഷ്ടപ്പെടുന്നതും ഇഷ്ടപ്പെടാത്തതൊക്കെ നിങ്ങളുടെ ഇഷ്ടം കേട്ടോ. അത് എനിക്കതിലൊന്നും പറയാനില്ല. എത്ര പേരുണ്ടാവും എനിക്കറിയില്ല. കുറേ ഈ സോഷ്യൽ മീഡിയയിൽ കുറേ കാണുന്ന അനുമോളുടെ ഇവരിനെയൊക്കെ. പക്ഷേ ഒന്ന് ഒറ്റയ്ക്ക് ഇറങ്ങി ആരാണ് എന്ന് ചോദിക്കുമ്പോൾ ആ വാക്കുകളിലൊന്നും ഞാൻ കാണുന്നില്ല അനുമോളിനെ. എനിക്കറിയില്ല, അതെന്തുകൊണ്ടാണെന്ന് ഞാൻ ചോദിച്ചിട്ടില്ല, എനിക്കറിയില്ല. അപ്പോൾ ഇതൊക്കെയാണ് അനുമോളിനെ കുറിച്ച് പറയാനുള്ളത്. അനുമോളും അനുമോളുടെ PR-നെയും കുറിച്ച് പറയാനുള്ളത്. വോട്ട് ചെയ്യുന്നതും ഇഷ്ടപ്പെടുന്നതും എല്ലാം നിങ്ങളുടെ ഇഷ്ടങ്ങളാണ്. എനിക്ക് തോന്നിയ ചില കാര്യങ്ങൾ ഞാനിവിടെ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇത് നിങ്ങൾക്ക് സ്വീകരിക്കാം, സ്വീകരിക്കാതിരിക്കാം, എന്തും ചെയ്യാം. സോ നമുക്ക് ഇന്നലത്തെ എപ്പിസോഡിനെ കുറിച്ച് പറയാം. ഇന്നലത്തെ എപ്പിസോഡിൽ മെയിനായിട്ട് എന്താ ഉണ്ടായെന്ന് വെച്ചാൽ ഫസ്റ്റ് തന്നെ കാണിച്ചത് ആദില നൂറ അവരിരുന്ന് സംസാരിക്കുകയാണ്. ബേബി നമ്മൾ ടോപ്പ് 5-ലെങ്കിലും ആരെങ്കിലും ഒരാളെങ്കിലും എത്തണം. ഇത് എത്രത്തോളം ഇതാവുമെന്ന് അറിയില്ല, പക്ഷെ അതാണ് ആഗ്രഹം. ഇവർ പറയണ കേട്ടാൽ മിഡ് വീക്ക് എവിക്ഷനിൽ നമ്മൾ 2 പേരും ഒരുമിച്ച് പോകുന്ന പോലെയാണ് തോന്നുന്നത് എന്നൊക്കെ രീതിയിൽ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും എനിക്ക് തോന്നുന്നു അവർ 2 പേര് തന്നെയാണ് പോകുന്നത്. കാരണം ഇപ്പോൾ കളിക്കുന്നത് ശൈത്യക്കൊപ്പം നിന്നിട്ട് അനുമോളുടെ ഓപ്പോസിറ്റ് ആണല്ലോ വന്നേക്കണേ. അപ്പോൾ എന്തായാലും റെഡിയാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം അവർക്കുള്ള അറ്റാക്കും കാര്യങ്ങളൊക്കെ റെഡിയായി അവിടെ ഇരിക്കുന്നുണ്ട്. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് അനീഷും അനുമോളും സംസാരിക്കുന്നതാണ്. അനീഷിന് ഒരു ക്ലാരിറ്റി കൊടുത്തു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അനുമോള് ബ്രദറിനെ പോലെയാണ് കണ്ടിട്ടുള്ളൂ. അപ്പോൾ അനീഷിനോട് ചോദിക്കുന്നുണ്ട്, അനുമോൾ തന്നെ ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് അനീഷ് ഏട്ടാ അങ്ങനെ ഒരു ഇഷ്ടം
എന്നിൽ നിന്ന് തോന്നി എന്ന് പറഞ്ഞത്. അപ്പം അനീഷ് പറയേണ്ട അനുമോൾ ചെയ്ത ചില കാര്യങ്ങൾ കണ്ടപ്പോൾ എനിക്ക് അനുമോൾക്ക് എന്നോടും ഇഷ്ടമുണ്ടെന്ന് തോന്നി, അതുകൊണ്ടാണ് പറഞ്ഞതെന്ന് പറയുന്നത്. പറഞ്ഞത് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെങ്കിൽ സോറി, വിഷമായിട്ടുണ്ടെങ്കിൽ എന്നൊക്കെ അനീഷ് പറയുന്നുണ്ട്. അപ്പം അനുമോൾ എതറിനെ പോലെയാണ് കണ്ടത് എന്നുള്ള രീതിയിലൊക്കെ അനുമോളും പറയുന്നുണ്ട്. അത് അവിടെ സോറി പറഞ്ഞിട്ട് ഷെയ്ക്കിൻ്റെ കൊടുത്തിട്ട് അവർ പിരിയുന്നതാണ് കാണിക്കുന്നത്. അതിൻ്റെ ഇടയിൽ നമ്മുടെ ആദിലയും നിവീനും ചെയ്ത കുറച്ച് എന്താ പറയുക കുസൃതികൾ എന്ന് വേണമെങ്കിൽ എത്തി നോക്കണ പോലെയും അവരെന്താണെന്ന് ചോദിക്കുമ്പോൾ തുണി ഉണങ്ങാട എന്നുള്ള രീതിയിലൊക്കെ കുറച്ച് കോമഡിയായ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ കിച്ചണിൽ നിൽക്കുമ്പോൾ അക്ബറും നിവീനും തമ്മിൽ ഇവരിനെ കളിയാക്കിയിട്ട് പാട്ട് പാടുന്നുണ്ട്. ആ പാട്ട് പാടുന്നുണ്ട്. അപ്പോൾ പാടുമ്പോൾ കുറേ നേരമൊക്കെ അനീഷ് കേട്ട് നിന്നു. എന്നിട്ട് പിന്നെ അനീഷ് പറഞ്ഞു നിവീൻ മതി നിർത്ത്, ഒരാളോട് നമ്മൾക്ക് ഇഷ്ടം തോന്നുന്നത് ഒരു തെറ്റൊന്നുമല്ല, പക്ഷെ അത് നമ്മൾ ഒരാളോട് തോന്നിയ ഇഷ്ടം ഒരാളോട് തുറന്നു പറഞ്ഞു, പക്ഷെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് അതിൽ താല്പര്യമില്ല എന്ന് പറയുമ്പോൾ അവരുടെ അഭിപ്രായം കൂടെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇനി ഇതിനെക്കുറിച്ച് ഇവിടെ സംസാരിക്കേണ്ട എന്നുള്ള രീതിയിലൊക്കെ അനീഷ് പറഞ്ഞു വെക്കുന്നുണ്ട്. അതിന് ശേഷമാണ് പിന്നെ അപ്പാനി ശരത്തിൻ്റെ എൻട്രി. അപ്പാനി ശരത്ത് വന്നിട്ട് ഞാൻ വിചാരിച്ചു അപ്പാനി ശരത്തായിരിക്കും എന്തെങ്കിലും ഒരു ഗെയിം കളിച്ചിട്ട് പോവുക എന്ന് വിചാരിച്ചു. പക്ഷെ അപ്പാനി ശരത്ത് എല്ലാവരോടും ഒരുപോലെ പെരുമാറി, എല്ലാ രീതിയിൽ എല്ലാവരോടും പെരുമാറി. നീ അക്ബറും അപ്പാനിയും കൂടെ ഭയങ്കര മിസ് ചെയ്തു എന്നുള്ള പറഞ്ഞിട്ടുള്ള രീതിയിലുള്ള സംസാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ സ്റ്റോർ റൂമിൽ നിന്ന് സരിക എങ്ങനെയാണോ പുറത്തേക്ക് പോയത് അതുപോലെ തന്നെ സരിക അകത്തേക്ക് സ്റ്റോർ റൂമിൽ കൂടെ തന്നെ കയറി വന്ന്. എന്നിട്ട് പിന്നെ സരിക പറയുന്നുണ്ട് ഞാൻ അന്ന് മുതൽ അവിടെ നിൽക്കുന്നതാണ് സ്റ്റോർ റൂമിൽ, ഇപ്പോഴാണ് തുറന്നു കിട്ടിയത് എന്നൊക്കെ പറയുന്നത്. ശാരിക കൺഫെഷൻ റൂമിലൂടെയും ഇറങ്ങി വന്നു. അങ്ങനെ അവർ തമ്മിൽ കുറച്ച് നേരം ഇങ്ങനെ സംസാരിച്ചിരുന്നു. പുറത്തത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു ചോദിച്ചാൽ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ബിഗ് ബോസ് കുറേ പറയുന്നുണ്ട് പുറത്തത്തെ കാര്യങ്ങൾ പറയരുതെന്ന്. പക്ഷെ പുറത്ത് പോയിട്ട് അവർക്കുണ്ടായ എക്സ്പീരിയൻസിനെ കുറിച്ചൊക്കെ അവർ പറയുന്നുണ്ടായിരുന്നു. അതിനുശേഷമാണ് പിന്നെ മുൻഷി, രഞ്ജിത്ത്, ബിൻസി, ശൈത്യ അവർ മൂന്നുപേരും ഒരുമിച്ചാണ് വന്നത്. സോ ഒരുമിച്ച് വന്നിട്ട് മുൻഷി രഞ്ജിത്ത് ഫസ്റ്റ് തന്നെ ഔട്ടായി പോയതിൻ്റെ ഫ്രസ്ട്രേഷൻ തീർക്കാൻ വന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. കാരണം ഫസ്റ്റ് തന്നെ ഔട്ടായി പോയതുകൊണ്ട് ക്യാമറ സ്പേസ് കിട്ടിയിട്ടില്ല, അതുപോലെ തന്നെ കുറേ കാര്യങ്ങളൊന്നും സംസാരിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ള രീതിയിൽ ഫസ്റ്റ് തന്നെ അനീഷിനെ വന്നിട്ട് ചൊറിയാണ് ചെയ്യുന്നത്. ബി മാട്രിമോണി എന്നൊക്കെ പറഞ്ഞിട്ട് ചൊറിയുണ്ട്. അപ്പോൾ അനീഷ് പറയുന്നുണ്ട് ഞങ്ങൾക്ക് രണ്ടുപേരുടെ ഇടയിലുണ്ടായിരുന്ന ഒരു ടോക്കാണ്, അതിൽ മൂന്നാമത്തെ ഒരാൾ വന്നിട്ട് സംസാരിക്കേണ്ട ആവശ്യമില്ല, ഞങ്ങളത് അവിടെ തീർത്താണ് എന്നൊക്കെ അനീഷ് മറുപടി പറയുന്നുണ്ട്. അതുപോലെ തന്നെ അനുമോളിനെ PR എന്ന് പറഞ്ഞിട്ട് കളിയാക്കുന്നുണ്ട്. PR ഇല്ലാത്തൊരു ചായ കിട്ടുമോ, ഇപ്പോൾ എവിടെ നോക്കിയാലും PR ആണ് എന്നുള്ള രീതിയിലൊക്കെ അനുമോളെയും കുറച്ച് ചൊറിയണമൊക്കെ ഉണ്ട്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. റീഎൻട്രി ആയിട്ട് ഗസ്റ്റായിട്ട് വന്നാൽ ഗസ്റ്റായിട്ട് നിന്നിട്ട് ഒരുപാട് ഇതാക്കാണ്ട് പോയാൽ മതിയായിരുന്നു. ഇത് ചൊറിഞ്ഞത് കുറച്ച് കൂടി പോകുന്നുണ്ട് എന്ന പോലെ തോന്നി എനിക്ക്. അതിനുശേഷം പിന്നെ ശൈത്യ, ആദില അവരിരുന്നിട്ട് സംസാരിക്കുന്നതാണ്. അനുമോളും ആദിലയൊക്കെ കൂടിയിട്ട് ഒരു പ്രശ്നം ഉണ്ടായിരുന്നല്ലോ PR ടീമിൻ്റെ PR എന്ന് പറഞ്ഞിട്ടും ഫൈനൽ 5 എത്തിയതിൻ്റെ അഹങ്കാരമാണ് എന്ന് പറഞ്ഞിട്ടൊക്കെ ഉള്ള ഒരു സംസാരം ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് ഇങ്ങനെ ഞാൻ കണ്ടു, നീ കരയണ കണ്ടപ്പോൾ എനിക്ക് കെട്ടിപ്പിടിക്കാൻ തോന്നി, നീ എന്താണോ ഉള്ളത് അതിൽ തന്നെ സ്ട്രിക്ക് ഓൺ ചെയ്ത് നിൽക്കണം എന്നൊക്കെ ആദിലിനോട് പറയുന്നത്. ആദില കരയുന്നതൊക്കെയാണ് കാണിക്കുന്നത്. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് ബിൻസി ഇരിക്കുമ്പോൾ അനുമോളും ബിൻസിയുടെ മടിയിൽ പോയിരിക്കുന്നുണ്ട്. അപ്പോൾ ബിൻസി ചോദിക്കുന്നുണ്ട് അനുമോളെ നിനക്ക് അറിയാത്ത കാര്യമാണെങ്കിൽ നീ എന്തിനാണ് പറയാൻ പോയത്, ഞങ്ങൾ പുറത്തു പോയിട്ട് എന്തൊക്കെ അനുഭവിച്ചെന്ന് നിനക്ക് അറിയില്ലല്ലോ. അപ്പോൾ അനുമോള് തിരിച്ചു പറയുന്ന മറുപടിയാണ് അത് പിന്നെ എനിക്ക് അങ്ങനെ തോന്നി, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഈ അനുമോളുണ്ടല്ലോ എന്തൊരു കാര്യവും അതവിടെ തീർത്ത് പറയില്ല, പകുതി പറഞ്ഞിട്ട് ബാക്കി പുറത്തു പോയിട്ട് നമുക്ക് സംസാരിക്കാം. അതിൻ്റെ ഉള്ളിൽ നടന്ന കാര്യത്തിന് അവർക്ക് സൈബർ അറ്റാക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അത് അവിടെ പറഞ്ഞ് തീർക്കണം, അത് എല്ലാവർക്കും ഒരു ക്ലാരിറ്റി കിട്ടണം എന്നുള്ള രീതിയിലാണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ചോദിക്കുന്നത്. പക്ഷേ അതിന് മറുപടിയായിട്ട് അനുമോൾ കൊടുക്കുന്നത് നമുക്ക് പുറത്തു പോയി സംസാരിക്കാം. അനുമോൾക്ക് പേടിയാണ്. അനുമോൾ എന്തെങ്കിലും സംസാരിച്ചാൽ ഇപ്പോൾ PR പഠിപ്പിച്ച് വിട്ട കാര്യങ്ങളല്ലാതെ വേറെ എന്തെങ്കിലും എക്സ്ട്രാ അവിടെ സംസാരിച്ച് പോയാൽ നെഗറ്റിവിറ്റി വരുമോ പുറത്ത് എന്നുള്ള രീതിയിലുള്ള ഭയം കൊണ്ടാണ് അനുമോൾ അങ്ങനെ പറയുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനുശേഷമാണ് പിന്നെ ബിൻസി, ആദില, നൂറ, സരിക സംസാരിക്കുകയാണ്. അപ്പോഴും പറയുന്നത് ഈ PR ടീംസിൻ്റെ കാര്യവും പുറത്ത് പോയിട്ട് അവർക്കുണ്ടായ എക്സ്പീരിയൻസും ഒക്കെ പറയണത്. ഇപ്പോൾ ഷാനവാസിനും ഒക്കെ PR ടീംസ് ഉണ്ട്, മിക്ക എല്ലാവർക്കും PR ടീംസ് ഉണ്ട് എന്നുള്ള രീതിയിലൊക്കെ അവർ സംസാരിക്കുന്നുണ്ട്. അതിനുശേഷമാണ് പിന്നെ ഇപ്പോൾ ശൈത്യ, അനുമോൾ എല്ലാവരും കൂടെ അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ അനുമോളോട് ശൈത്യ ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് നീ എന്നെ കട്ടപ്പാന്ന് വിളിച്ചത്, എന്താ അവിടെ ഉണ്ടായെന്ന് നിനക്കും അറിയാം എനിക്കും അറിയാം അവിടെയുള്ള ജിസേലിനും അറിയാം എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് എനിക്കത് സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ശൈത്യ പറയുന്നുണ്ട് ഇല്ല എനിക്ക് സംസാരിക്കണം, ഇവിടെ ഉണ്ടായ കാര്യം എനിക്ക് ഇവിടെ തന്നെ ക്ലിയർ ചെയ്തിട്ട് പോകണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചോദിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് ആ ഊഞ്ഞാലയിൽ പോയി ഇരുന്നിട്ട് ആടിയാണ്.
അനുമോളുടെ ഫേസ് കണ്ടാൽ ഒരു പാവം ഫേസും വെച്ചിട്ട് ഊഞ്ഞാലയിൽ ഇരുന്ന് ഇവിടെ ഇരുന്നിട്ട് ശൈത്യ എന്തൊക്കെയോ വിളിച്ച് പറയുന്നു. ഒന്നിനും തിരിച്ച് റിപ്ലൈ ഇല്ല, ഇങ്ങനെ ഇരുന്നിട്ട് സംസാരിക്കാൻ താല്പര്യമില്ല. ആ ഒരു മറുപടി മാത്രമേ ഉള്ളൂ. അപ്പോൾ ശൈത്യ പറയുന്നുണ്ട്, നിനക്ക് PR ഏൽപ്പിച്ചവർ തന്നെയാണ് എനിക്കും PR ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്. എത്ര ക്യാഷ് എൻ്റെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് അവർ മേടിച്ചെടുത്തതെന്ന് അറിയോ എന്നുള്ള രീതിയിലൊക്കെ ശൈത്യ അവിടെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അനുമോൾ ഇവിടെ ഇരുന്ന് ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ അതിന് ശേഷം ബിൻസി അനുമോളോട് പോയി സംസാരിക്കുന്നുണ്ട്. നീ എന്തിനാ അങ്ങനെ പറഞ്ഞത്, ഞങ്ങൾക്കല്ലേ അറിയുള്ളൂ പുറത്തത്തെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് ശരി അത് പോട്ടെ, നീ എന്നെയും അപ്പാനും ചേട്ടനെയും വെച്ച് പറഞ്ഞത് പോലും അങ്ങനെയാണ്, അതിപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയത്, നിങ്ങൾ രണ്ടുപേരും ഒരുപാട് ഒരുമിച്ചിരുന്ന് സംസാരിച്ചപ്പോൾ എനിക്ക് അങ്ങനെ തോന്നി എന്നുള്ള മറുപടി ഉണ്ടായിരുന്നു. പിന്നെ അനുമോൾ പറയുന്നുണ്ട്, ശൈത്യ ഇത്രയൊക്കെ എന്നെ പറയണ്ടല്ലോ, ശൈത്യയും ഈ ബിഗ് ബോസ് വീട്ടിൻ്റെ ഉള്ളിൽ നടന്ന ഒരു കാര്യമൊക്കെ എനിക്കറിയാം, അത് ഭയങ്കര രഹസ്യമായിട്ടാണ് വെച്ചിരിക്കുന്നത്. അവൾ ഇത്രയൊക്കെ പറയുമ്പോൾ അവൾക്ക് തിരിച്ച് പറയാൻ അറിയാനായിട്ടല്ല എന്നുള്ള രീതിയിലൊക്കെ അനുമോൾ പറയുന്നുണ്ട്. അപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് നേരെ ശൈത്യയോട് ഇപ്പുറത്ത് വന്നിട്ട് പറയണം, നിൻ്റെ എന്തോ രഹസ്യം അവൾക്ക് അറിയാൻ പറഞ്ഞ് അത് അവൾ പറയാണ്ടിരിക്കുന്നത് നിന്നോടുള്ള ഫ്രണ്ട്ഷിപ്പ് കൊണ്ടാണെന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് പിന്നെ രാത്രി അനുമോൾ കിടക്കണവിടെ പോയിട്ട് ശൈത്യ വിളിക്കുകയാണ്, മോളെ എനിക്കൊന്ന് സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ്. സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ട് വിളിക്കുമ്പോൾ അനുമോൾ പറഞ്ഞിട്ട് എനിക്ക് സംസാരിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് അനുമോൾ വീണ്ടും കുറച്ച് മൂടി കിടക്കുന്നത് തന്നെയാണ് കാണിക്കുന്നത്. സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എപ്പിസോഡിൽ. അതിൻ്റെ ഇടയിൽ കുറച്ച് മുൻഷി രഞ്ജിത്ത് കാണിച്ച കുറച്ച് എന്താ പറയുക ആ മാതിരി ഒരു ക്യാമറ സ്പേസിന് വേണ്ടിയിട്ടോ കുറച്ച് പ്രഹസനം എന്ന് വേണമെങ്കിൽ പറയാം, സാരി എടുത്തിട്ട് വരിക എൻ്റർടൈൻമെൻ്റ് ആക്കുക എന്ന് കരുതിയിട്ടായിരിക്കും. പക്ഷേ എൻ്റർടൈൻമെൻ്റ് ആവാൻ അവിടെ സമയം കിട്ടിയില്ല, അപ്പോഴത്തേനും ഇപ്പോഴത്തെ പ്രശ്നങ്ങളൊക്കെ തുടങ്ങി. സോ ഇതൊക്കെയാണ് ഇന്നലത്തെ എപ്പിസോഡിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നും കൂടെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.